NCERT ആണ് യഥാർത്ഥ എന്ന് പറയുന്ന ആ സംഘടനയാണ്, ആ പ്രസ്ഥാനമാണ് ഈ CBSE സിലബസിലേക്കുള്ള പുസ്തകങ്ങളൊക്കെ തയ്യാറാക്കുന്ന പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നത്. അവരങ്ങനെ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ടിപ്പോൾ NCERT ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം കളിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഇച്ഛ അനുസരിച്ച് എല്ലാം മാറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണ് ചരിത്രങ്ങളൊക്കെ. ഏറ്റവും കൂടുതൽ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുള്ളത് സാമൂഹ്യ ശാസ്ത്രം, നമ്മുടെ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ പുസ്തകങ്ങൾക്കാണ്. അത് 8ാം ക്ലാസ്സിലേക്ക് 2 ഭാഗങ്ങളാണ്, 1ഉം 2ഉം ഭാഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് മുമ്പ് തന്നെ നേരത്തെ തന്നെ ഓരോന്ന് കലാപരിപാടികൾ ഇറക്കി. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ യഥാർത്ഥ ചരിത്രം അതെല്ലാം അങ്ങ് മാറ്റി. കാരണം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം മാറ്റിയേ പറ്റുള്ളൂ. കാരണം BJP എന്ന് വെച്ചാൽ അതായത് ആ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ അവർ യഥാർത്ഥത്തിൽ ഈ സ്വാതന്ത്ര്യ സമരത്തെ എതിർത്തവരാണ്, ബ്രിട്ടീഷുകാരോടൊപ്പം നിന്നവരാണ്. അവർക്കതിപ്പോൾ പറയുന്നത് നാണക്കേടാ, ഇപ്പോൾ പുറത്തു പറയാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് ഈ വന്ദേമാതരം പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം യഥാർത്ഥത്തിൽ അങ്ങ് മാറ്റി. അതിനു മുമ്പായിട്ട് ചെയ്ത പണി എന്ന് പറയുന്നത് മുഗളന്മാർ ഭരിച്ചുകൊണ്ടിരുന്നല്ലോ ഇവിടെ. ബാബറി മസ്ജിദൊക്കെ പൊളിച്ചല്ലോ. അപ്പോൾ ബാബറി മസ്ജിദ് പണിതത് ഒരു മുഗൾ രാജാവാണല്ലോ ബാബർ. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ബാബർ അത് നമ്മുടെ ഇന്ത്യ മാത്രമല്ല, ഇന്ത്യ കഴിയും വലിയ ഭൂപ്രദേശമാണ് അവർ ഭരിച്ചുകൊണ്ടിരുന്നത്. മുഗളന്മാർ 600 കൊല്ലം അവർ ഭരിച്ചതാണ്. അവരിവിടെ നിന്നും എടുത്തുകൊണ്ട് വെളിയിലേക്ക് കൊണ്ടുപോയതായിട്ട് ആർക്കും ഒരു കേസില്ല. പിന്നെ ഇവന്മാരൊക്കെ കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ട് ഇഷ്ടംമാതിരി. അതൊക്കെ ചെയ്യും. അതെല്ലാ രാജാക്കന്മാരും ചെയ്യുന്നതാണ്. അത് മുഗളന്മാരെന്നൊന്നും അല്ല, രജപുത്രർ ആരായാലും ചെയ്യും. അവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇതെടുത്ത് മുഗളന്മാരുടെ ഭരണത്തെ സംബന്ധിച്ച് അതെടുത്തങ്ങ് മാറ്റി. അങ്ങനെ ഒരു സാധനമില്ല. ഹിന്ദു രാജാക്കന്മാർ മാത്രമാണ് ഇന്ത്യ ഭരിച്ചേക്കുന്നത്, പഴയ ഇന്ത്യ, അന്ന് ഇന്ത്യയില്ല, ഭരിച്ചേക്കുന്നത് എന്നായി. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ ഉള്ള ഓരോ കാര്യങ്ങൾ ഇതിൽ നിന്ന് എടുത്തു മാറ്റി. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ആൾ ആരാന്നുള്ള ഇവർ പറയുന്നത്, മഹാത്മാഗാന്ധിക്ക് ഇവിടെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലൊന്നും യാതൊരു പങ്കുമില്ല എന്നുള്ള രീതിയിൽ മഹാത്മാഗാന്ധിയെ തമസ്കരിച്ചു, അതിൽ നിന്ന് മാറ്റി. പിന്നെ നോക്കിയപ്പോൾ എന്തുവാ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടിയുള്ള അടിസ്ഥാനങ്ങളെല്ലാം ഒരുക്കിയത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇവർക്കും അറിയാം. പക്ഷേ നെഹ്റുവിന് പറയാൻ ഒക്കത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നെഹ്റുവിൻ്റെ പരമ്പര ഇങ്ങോട്ട് വരുന്നില്ലേ? കാരണം നെഹ്റുവിൻ്റെ മകളാണ് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ മകനായിരുന്നു രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയുടെ മക്കളാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇവരെ ഈ പരമ്പര ഇതിൽ നിന്ന് അങ്ങ് ഒഴിവാക്കണ്ടേ? അതുകൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ അതിൽ നിന്ന് എടുത്ത് കളഞ്ഞു. ഇപ്പോൾ മൗലാന അബ്ദുൽ കലാം ആസാണ് വിദ്യാഭ്യാസ വിപ്ലവം ഇന്ത്യയിൽ ഉണ്ടാക്കിയത്. അത് അദ്ദേഹത്തിനെ ഇതിൽ നിന്ന് എടുത്ത് കളഞ്ഞു. ഈ രീതിയിൽ വന്നു. അങ്ങനെ കളഞ്ഞ് പഠിച്ചിട്ട് അവസാനം വിചാരിച്ചു ജുഡീഷ്യറിയുടെ മണ്ടയിലൊന്ന് കയറി കളയാമെന്ന്. അപ്പം ജുഡീഷ്യറിയുടെ അഴിമതി കേട്ടോ, ഇതാണ് ഒരു വിഷയം. അതിൻ്റെ 8ാം ക്ലാസ്സിലെ ഒരു സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയ ഒരു ചാപ്റ്ററാണ്. എന്നിട്ട് ബാക്ക്ലോഗ് ഓഫ് കേസുകൾ കെട്ടിക്കിടക്കുന്നത് മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന ദുരിതങ്ങൾ ഇത് തുടങ്ങി ജുഡീഷ്യറി അഴിമതി ഒരുപാടുണ്ട്, അഴിമതി ഇല്ലാത്ത ജുഡീഷ്യറി വേണം എന്നും പറഞ്ഞ് അതിൽ കയറി അങ്ങ് കളിച്ചു തുടങ്ങി. അറിഞ്ഞില്ല ഇത് അപകടമാകുന്നു. ഇത് ആദ്യമായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്ത് സുപ്രീം കോടതിയിൽ കപിൽ സിബാലും മനു അഭിഷേക് സിൻവി എന്ന് പറയുന്ന ഇവർ രണ്ടും സീനിയർ അഭിഭാഷകരാണല്ലോ. ഇവർ എഴുന്നേറ്റ് അവർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എടുത്ത് പറഞ്ഞു, കോടതി പറഞ്ഞു ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ദാണ്ട് ഇതുപോലെ പറഞ്ഞു ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഈ വിവരം കിട്ടി, ഒരുപാട് പേരെന്നെ ഇത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, ഞാനിത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നമുക്കിത് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സുവമോട്ടോ കേസെടുത്തു. സുവമോട്ടോ ആയിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. NCERTക്കെതിരെ അങ്ങോട്ട് ചെയ്തു കൊടുത്തു കേസെടുത്ത്. അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ എന്നിട്ട് പറഞ്ഞു ഈ ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയെ കളങ്ക് ഏൽപ്പിക്കാനായിട്ട് ആരെയും അനുവദിക്കത്തില്ല. അപ്പോൾ അത് ഇതേപോലെ ജനറലൈസ് ചെയ്ത് ഇതുപോലുള്ള തോന്നിവാസങ്ങളൊക്കെ പറയുന്നതല്ല വേണ്ടത് എന്നുള്ള ഒരു രീതിയിൽ വന്നു. കോടതിയിൽ അത് ശരിയായ രീതിയിൽ നല്ല ആർഗ്യുമെൻ്റ് തന്നെ നടന്നു.
ഇവർ നന്നായിട്ട് പറഞ്ഞു. കോടതി അത് അതുപോലെ പറഞ്ഞു. നമ്മുടെ സോളിസിറ്റർ ജനറൽ ആണെന്നുണ്ടെങ്കിൽ താഴെ വീണ് കേണപേക്ഷിച്ച് ഞങ്ങൾ മാപ്പ് പറയുകയാണ്. അപ്പം മാപ്പും കൊണ്ടൊന്നും ഇത് തീരത്തില്ല എന്ന് പറഞ്ഞു. മാപ്പും കൊണ്ടൊന്നും ഈ സംഭവം തീരുകയല്ല. ഇത് ശരിയായ നടപടി വേണം ഇതിനകത്ത്. ഇത് ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കണ്ടൻ്റല്ലേ, കോട്ടലിഷനല്ലേ നടത്തിയേക്കുന്നത്, ജുഡീഷ്യറിക്ക് എതിരെ മുഴുവനായിട്ട്. അങ്ങനെ പറയുന്ന ഉടനെ ഇവിടുത്തെ സുപ്രീം കോടതിയെയും ഇവിടുത്തെ ഹൈക്കോടതികളെയും അതുപോലെ തന്നെ ബാക്കി സബോർഡിനേറ്റ് ജുഡീഷ്യറിയെയും മുഴുവൻ ഹയർ ജുഡീഷ്യറി എല്ലാം ഇതുപോലെ ആക്ഷേപിക്കുന്ന രീതിയിലാണ് ഇത് വന്നേക്കുന്നത്. ഇതാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്. ആലോചിച്ച് നോക്കിയോളൂ. അതായത് ജുഡീഷ്യറിൽ അഴിമതി ഉണ്ട് എന്ന് കൊച്ചുങ്ങളെ പഠിപ്പിച്ചു വിടുന്നതാണ് ഇവരുടെ ആവശ്യം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ആലോചിച്ചു. തലയിൽ എന്തെങ്കിലും ഉള്ളവർ ഇത് ചെയ്യുമോ? അപ്പോൾ എന്നിട്ട് NCERTയുടെ അതിൻ്റെ ഡയറക്ടറും എല്ലാം ആയരായി മാപ്പ് പറയാൻ തയ്യാറാണ്. അത് മാപ്പൊന്നും പറഞ്ഞുകൊണ്ട് കാര്യം നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് നടപടിയാണ് വേണ്ടത് എന്ന് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പറഞ്ഞു. ഇത് ചീഫ് ജസ്റ്റിസ് നോട്ട് ചെയ്തു. ഇത് പ്രശ്നമായെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പാഠപുസ്തകം അങ്ങ് പിൻവലിച്ചു. അതാണ് ചെയ്തേക്കുന്നത് NCERT. പക്ഷേ അപ്പോഴത്തേക്ക് 32 പുസ്തകം, അത് സോളിസിറ്റർ ജനറൽ പറഞ്ഞതാണ് കോടതിയിൽ, 32 പുസ്തകങ്ങൾ വെളിയിൽ പോയി, വിറ്റുപോയി. അപ്പോൾ അത് വേറെ അത് പിന്നങ്ങ് പടരുകയല്ലേ സംഭവിക്കുന്നത്. ഇത് ഇപ്പം ഇനി ആരെങ്കിലും കൊടുക്കുമോ അതിന് അത്ര വലിയ വിലയല്ലേ ഈ 32 പുസ്തകങ്ങൾ. ഇപ്പോൾ ഇവരാകെപ്പാടെ വെള്ളത്തിലായി. കാരണം ഇതുപോലെ ഓരോരുത്തരെ കളിച്ച് വരുമ്പോൾ ഇങ്ങനെ തോന്നിവാസം ചരിത്രം തിരുത്തി എഴുതുകയാണ്. സ്വാതന്ത്ര്യ സമര തിരുത്തി എഴുതി, മുഗൾ ഭരണ സംവിധാനത്തിൻ്റെ കാര്യങ്ങളെല്ലാം തിരുത്തി എഴുതി, മൊത്തം തിരുത്തി മായ്ച്ചു കളഞ്ഞു. വികലമായ രീതിയിലാണ് അവരെയൊക്കെ ചിത്രീകരിച്ചത്. മഹാത്മാഗാന്ധി തമസ്കരിച്ചു, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ തമസ്കരിച്ചു, മൗലാന അബ്ദുൽ കലാം ആസാദിനെ തമസ്കരിച്ചു. ഇതെല്ലാം കൊണ്ടുവരികയാണ്, മുഴുവൻ ഈ രീതിയിലാക്കി. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോൾ എന്നിട്ടാണ് അവസാനം ഒരൊറ്റ പണി അങ്ങ് ചെയ്തു കൊടുത്തു. ഇത് അങ്ങോട്ട് കൊളുത്തി കൊടുത്തു. കാരണം ജുഡീഷ്യറിയെ ഇത് വലിച്ച്. അപ്പോൾ കപിൽ സിബാലും അഭിഷേക് സിംഗ്വിയും ചോദിച്ച ഒരൊറ്റ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇവിടുത്തെ മന്ത്രിമാരുടെ അഴിമതിയെക്കുറിച്ച് വല്ലതും മിണ്ടുന്നുണ്ടോ ആ പുസ്തകത്തിൽ? ശരിയാണ്. ഇവിടെ ഇപ്പോൾ എപ്സ്റ്റീൻ ഫയൽസിൽ പ്രധാനമന്ത്രിയുടെ പേര് വന്നെന്ന് പറയുന്നു. അതേപോലെ തന്നെ മറ്റ് ഒരുപാട് അഴിമതികൾ നടക്കുന്നതായിട്ട് ഒരുപാട് അഴിമതി ആരോപണങ്ങൾ വന്നു. ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെല്ലാം വന്ന് ഈ അഴിമതികളെല്ലാം വന്നു. ആ അഴിമതികളെക്കുറിച്ചെങ്ങാനും എന്തെങ്കിലും ഇതിൽ പറയുന്നുണ്ടോ? MLA-മാരും MP-മാരും നടത്തുന്ന അഴിമതികളെക്കുറിച്ച് മിണ്ടുന്നുണ്ടോ? രാഷ്ട്രീയക്കാരുടെ അഴിമതിയെക്കുറിച്ച് വല്ലതും പറയുന്നുണ്ടോ? ഒന്നുമില്ല. ജുഡീഷ്യറിയുടെ അഴിമതിയാണ് ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്. എന്ത് വൈകല്യമുള്ള മനസ്സാണ് ഇവരുടേത് ഇത് തയ്യാറാക്കിയവന്മാരുടെ. അതായത് തലയിൽ യഥാർത്ഥ കളിമണ്ണല്ല, ചാണകം മാത്രം ഉള്ള ആളുകളാണ് അത് തയ്യാറാക്കുക. അതുകൊണ്ടാണ് ഈ വിവരക്കേട് വരുന്നത്. ഏതായാലും സുപ്രീം കോടതി ഇതിൽ നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. ഇത് പ്രശ്നമാകണം.